അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മജ്ലിസിൽ ഇത്രയും സമയം ചിലവഴിക്കാൻ നമുക്ക് കഴിയുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ പുണ്യമാസത്തിൽ അള്ളാഹു ഇതൊരു പുണ്യകർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ വിഷയം മുസ്ലിമാവുക എന്നതാണ്. മുസ്ലിമാവുക എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇസ്ലാം എന്താണോ വിരോധിച്ചത് അത് തന്നെ ഏറ്റവും പ്രഹരശേഷിയോടെ വിചിത്ര സ്വഭാവത്തോടു കൂടി ചെയ്യുന്ന മുസ്ലിം നാമധാരികൾ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന സമയത്ത് പോലും സമൂഹത്തിൽ അങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ ഒരു കുടുംബത്തിൽ തന്നെ 5ഓളം പേരെ വളരെ ക്രൂരമായി സ്വന്തം കുടുംബാംഗങ്ങളെ ആ കൊന്ന വ്യക്തിയുടെ പേര് ഒരു മുസ്ലിം പേരാണ്. താമരശ്ശേരിയിൽ കൊലവിളി നടത്തിയ ആ കുട്ടിയും കൊല്ലപ്പെട്ട കുട്ടിയും മുസ്ലിം പേരുകാരാണ്. അതേ താമരശ്ശേരിയിൽ തന്നെ ഒരു ഉമ്മയുടെ കഴുത്തറുത്തു കൊന്നവൻ്റെ പേരും മുസ്ലിം നാം തന്നെയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒതുക്കുങ്ങലിലെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയെ അടിച്ചു വീഴ്ത്തി അവസാനം അതിൻ്റെ ആഘാതത്തിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ആ വ്യക്തിയെ അടിച്ച കൂട്ടത്തിലുള്ള ബസ് ജീവനക്കാരുടെ 3 പേരിൽ ഒരാളുടെ പേര് മുസ്ലിം നാമമാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ അമ്പായത്തോട് എന്ന് പറയുന്നൊരു പ്രദേശത്തു നിന്നൊരു ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ MDMA ഉണ്ടായിരുന്നു. പോലീസ് പിടിക്കുമെന്ന് പേടിച്ച് അത് പ്ലാസ്റ്റിക് കവറോടുകൂടി അദ്ദേഹം വിഴുങ്ങി എന്നാണ്. വിഴുങ്ങി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇപ്പോൾ അദ്ദേഹവും മരണപ്പെട്ടിരിക്കുകയാണ്. അയാളുടെ പേരും ഒരു മുസ്ലിം പേരാണ്. ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുകയാണെങ്കിൽ കുറേ ഉണ്ട്. എന്താണ് ഇന്ന് നമ്മൾ ഈ വിഷയം വെക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, മുസ്ലിമാവുക, 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 വീണ്ടും മുസ്ലിമാവുക എന്നാവർത്തിച്ചാവർത്തിച്ച് പറയേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, കക്കൂസ് മാലിന്യത്തിൽ മുക്കിയ കൈകൊണ്ട് പിടിച്ച ഒരു ആപ്പിൾ പോലെയാണ് ഇന്ന് ഇസ്ലാമിൻ്റെ ഒരവസ്ഥ. ആപ്പിളല്ല കുഴപ്പം, ആ പിടിച്ചിരിക്കുന്ന കൈയാണ്. ഒന്നുകിൽ ആ കൈയ്യ് വൃത്തിയാക്കുക, അല്ലെങ്കിൽ ആ ആപ്പിൾ താഴെ വെക്കുക. ഇതാണ് ഇന്ന് മുസ്ലിം സമുദായത്തിന് ചെയ്യാനുള്ള ഒരു കാര്യം. ആപ്പിളിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആപ്പിൾ പിടിച്ച കൈ പലപ്പോഴും മലിനമാണ്. അതുകൊണ്ട് തന്നെ ആ ആപ്പിൾ ആളുകൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്. നമുക്കറിയാം, അവശനായ രോഗിയുടെ മൂക്കിൽ ഘടിപ്പിച്ച ഓക്സിജൻ ട്യൂബിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ബൈസ്റ്റാൻഡറെ പോലെയാണ് ഇന്നത്തെ ചില മുസ്ലിമീങ്ങളുടെ അവസ്ഥ. ഒന്നുകിൽ ആ ട്യൂബിൽ നിന്ന് അവൻ്റെ കാലെടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ആ റൂം വിട്ടു പോവുക. ഒരിക്കലും ആ രോഗിയെ കഷ്ടപ്പെടുത്താൻ പാടില്ല. രോഗിയുടെ ആളാണെന്നും പറഞ്ഞ് അവരുടെ മൂക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഓക്സിജൻ തടഞ്ഞു വെക്കുന്ന അതിൻ്റെ ട്യൂബിൽ ചവിട്ടി നിൽക്കുന്നവരെ പോലെ ഈ ഇസ്ലാമിനെ, മുസ്ലിമീങ്ങളെ, ഈ ആദർശത്തെ സമൂഹത്തിന്റെ മുമ്പിൽ കരിവാരിത്തേക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നുവെന്നാണ് ഇന്ന് പത്രമാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ ഈ പ്രശ്നത്തെ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല. മുസ്ലിം നാമധാരികളായ ആളുകൾ കൂട്ടത്തോടുകൂടി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന് മാത്രമല്ല, എത്രത്തോളം വിചിത്രമായ സ്വഭാവത്തോടുകൂടി അത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മെ ഏവരെയും വേദനിപ്പിക്കേണ്ട വിഷയമാണ്. അതൊരിക്കലും തന്നെ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. അതിനെയൊന്നും കണക്കുകൾ നിരത്തി ന്യായീകരിച്ചു പോകാൻ പാടില്ല. ഒരു കാര്യം ശരിയാണ്, നമുക്കറിയാം, ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ഒരുപക്ഷെ മുസ്ലിമീങ്ങളുടെ കുറ്റകൃത്യത്തിൻ്റെ തോത് കൂടുതലുണ്ടായിരിക്കുകയില്ല. നമുക്കറിയാം, 2021 മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. നാർക്കോട്ടിക് ജിഹാദ് എന്ന ഒരു ആരോപണം
മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മേലിൽ വെച്ച് കെട്ടുകയും അത് ചർച്ചയാവുകയും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കുറേ ചെറുപ്പക്കാര് മയക്കുമരുന്ന് കൊടുത്തുകൊണ്ട് ആളുകളെ പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഒരു ആരോപണം ഉന്നയിച്ച് അത് എയറിൽ ചർച്ചയായ ഒരു സമയമുണ്ടായിരുന്നു. അതിൽ ക്ലാരിറ്റി വരുത്തണമെന്ന് ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ മുഴുവനും ആവശ്യപ്പെട്ടപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി വന്നുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതെന്താ? 2020 സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത NDPS ആക്ട് പ്രകാരമുള്ള കേസുകൾ 4941 എന്നാണ്. അവയിൽ പ്രതികളായ 5422 പേരിൽ 2700 പേരും അഥവാ 49% പേരും ഹൈന്ദവ മതവിശ്വാസത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്, പേരിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു. അതിൽ 1869 പേര് 34% അത് മുസ്ലിം നാമധാരികളുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു. 853 പേര് അഥവാ 15% ക്രിസ്തുമത വിശ്വാസത്തിന്റെ പേരിലുള്ള ആളുകളായിരുന്നുവെന്നാണ്. അഥവാ മതാടിസ്ഥാനത്തിലല്ല മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു കണക്കായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. അവിടെയാണ് ആളുകൾക്ക് മനസ്സിലായത് ഓരോ വിഭാഗത്തിലും അതിൻ്റെ ജനസംഖ്യന്റെ വലുപ്പത്തിനനുസരിച്ച് കുറ്റകൃത്യങ്ങളുണ്ട്. ഇന്ന വിഭാഗത്തിൽ കൂടുതൽ, ഇന്ന വിഭാഗത്തിൽ കുറവ് എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. ഈ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഒരിക്കലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളെ ചെറുതാക്കി നമ്മൾ കാണാൻ പാടില്ല. മുസ്ലിം സമുദായത്തിൽ ലഹരി നിഷിദ്ധമാണ്, മയക്കുമരുന്ന് നിഷിദ്ധമാണ്. അതിൽ നിന്ന് ഒരു കുട്ടി പോലും അത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഈ കണക്കുകൾ നിരത്തിക്കൊണ്ട് നമുക്കത് ചെറുതായി കാണാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമുക്കറിയാം, മലപ്പുറത്ത് മുസ്ലിമീങ്ങൾ കൂടുതലാണ്, മുസ്ലിം ജനസംഖ്യ കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ പേരുകളിൽ കൂടുതൽ മുസ്ലിം പേരുകൾ വരും, സ്വാഭാവികമാണ്. പക്ഷേ ആ ന്യായം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കുറ്റകൃത്യത്തെ ചെറുതാക്കി നമുക്ക് കാണാൻ കഴിയില്ല. സൗദി അറേബ്യയിൽ പല കുറ്റകൃത്യങ്ങളിൽ പലപ്പോഴും തലവെട്ടുന്ന ആളുകളുടെ പേര് നോക്കിയാൽ മുസ്ലിം പേരുകളായിരിക്കും. കാരണം അതൊരു ഇസ്ലാമിക രാജ്യമാണ്. അവിടെ മറ്റുള്ള ആളുകൾ വളരെ അപൂർവമായിട്ട് മാത്രമേ അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ. അതിൻ്റെ പേരിൽ കുറേ വർഷങ്ങളിൽ അവിടെ തലവെട്ടിയ അല്ലെങ്കിൽ ശിക്ഷിച്ച ജയിലിലായ ആളുകളുടെ പേര് വെച്ചുകൊണ്ട് ഇതാ ഒരു രാജ്യത്ത് ഇത്രയും കാലം മുസ്ലിമീങ്ങളാണ് എല്ലാ കുറ്റകൃത്യങ്ങളിലും പിടിക്കപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് ആ രാജ്യം മുഴുവൻ മോശമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതൊരു ന്യായമാണ്. പക്ഷെ ആ ന്യായം പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളിൽ ഒരു കുറ്റവാളിയെങ്കിലും ഉണ്ടാകാമെന്ന് നമ്മൾ ന്യായീകരിക്കാൻ പാടില്ല എന്നതാണ്. നമുക്കറിയാം, ഇസ്ലാമോഫോബിയയുടെ കാലത്ത് പ്രതി മുസ്ലിം പേരുകാരനായാൽ ആ വാർത്ത മീഡിയ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ മാത്രമല്ല മറ്റൊരു വലിയ വാർത്ത കിട്ടുന്നതുവരെ ഇത് ആഘോഷിച്ചു കൊണ്ടിരിക്കുമെന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എലത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ട്രെയിനിന് തീവച്ച സംഭവമുണ്ടായി. ആ ട്രെയിനിന് തീവച്ച പ്രതിയാണെന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മുസ്ലിം പേരായിരുന്നു. മുസ്ലിം പേരായി എന്നതുകൊണ്ട് മാത്രം എത്ര ദിവസമാണത് ചർച്ച ചെയ്യപ്പെട്ടത്? അന്ന് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമൂഹത്തിന് മുമ്പിൽ വന്ന് എന്തൊക്കെ കെട്ടുകഥകളാണ് പറഞ്ഞത്. ഇദ്ദേഹം ജാക്കിർ നായിക്കിനെ കേൾക്കുന്നയാളാണ്, ഇദ്ദേഹം ഷഹീൻ ബാഗ് എന്ന് വരുന്ന ആളാണ്, ഇദ്ദേഹം റാഡിക്കലൈസ് ചെയ്ത ആളാണ്, ഇദ്ദേഹം മതമൗലികവാദിയാണ് എന്ന് പറഞ്ഞ് ആ പ്രതിയെ ഇസ്ലാമിലേക്ക്, മുസ്ലിമീങ്ങളിലേക്ക്, ഖുർആനിലേക്ക്, സമുദായത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടി ഈ സമൂഹത്തെ അപരവൽക്കരിക്കുവാനുള്ള ശ്രമം നമ്മൾ അന്ന് കണ്ടതാണ്. എന്നാൽ അതേ ട്രെയിന് തന്നെ, ആ ട്രെയിനിന് മാറ്റമില്ല, ആ ട്രെയിന് തന്നെ എലത്തൂരിൽ നിന്ന് കണ്ണൂരിൽ വന്ന് ആ കണ്ണൂരിൽ വെച്ചുകൊണ്ട് അതിന് ഇതേപോലെ തന്നെ തീ കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. ഏതാനും ഒരു 1-2 മാസത്തിൻ്റെ ഉള്ളിലാണ് ഇതുണ്ടായത്. പക്ഷെ അതിൻ്റെ പ്രതിയെ പിടിച്ചപ്പോൾ ആ പ്രതിയുടെ പേര് മുസ്ലിം അല്ല, മുസ്ലിം അല്ലാത്ത ഒരു പേരാണ് ആ പ്രതിയുടേത് വന്നത്. എന്നാൽ അതിനുശേഷം അദ്ദേഹം ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ റാഡിക്കലൈസ് ചെയ്ത വ്യക്തിയാണ് എന്നാരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഏതോ ഒരു മതപ്രഭാഷകന്റെ പ്രഭാഷണം കേൾക്കുന്നുവെന്ന് ആരും അവിടെ വിശദീകരിച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം ഒരു മാനസിക രോഗിയായിരുന്നു എന്ന വിലയിരുത്തലിൽ അത് ഒരൊറ്റ പകലുകൊണ്ട് ആ വാർത്ത അവസാനിച്ചു പോവുകയാണ് ചെയ്തത്. ഇതൊരു വസ്തുതയാണ്, നമ്മൾ കാണാതെ പോകുന്നില്ല. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യത്തെ ഒരിക്കലും തന്നെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കറുത്ത പശുവിൻ്റെ ദേഹത്ത് അങ്ങിങ്ങായി കാണുന്ന വെള്ള രോമം പോലെയായിരിക്കും മുസ്ലിമീങ്ങളുടെ, സ്വർഗത്തിൽ പോകുന്ന മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം?
ഈ ലോകം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ആളുകളും വിശ്വാസത്തിൽ നിന്ന് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ കാമ്പിൽ നിന്ന് പിറകോട്ട് പോകുമെന്ന് അള്ളാൻ്റെ റസൂല് പറഞ്ഞതാണ്. പക്ഷെ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ കുറ്റകൃത്യത്തെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അവസാന കാലമാകുമ്പോൾ മുസ്ലിം ഉമ്മത്ത് എന്തായി മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യൂശിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ യദാഅൽ ലഖലതു ഇലാ കിസ്അതിഹാ. നാനാഭാഗത്തു നിന്നും ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നേരെ അവരുടെ ശത്രുക്കളതാ കൈ നീട്ടി വരും. എല്ലാവരും അവർക്ക് നേരെ വരുന്ന ഒരു കാലമുണ്ട്. ചോദിക്കുന്നവൻ ചോദിച്ചു, അന്ന് ഞങ്ങളുടെ സമുദായം കുറച്ചായിരിക്കുമോ, ഞങ്ങൾ കുറച്ചായിരിക്കുമോ റസൂലേ? അവിടുന്ന് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ന്യൂനപക്ഷമാവില്ല, നിങ്ങൾ കുറച്ചാവില്ല, നിങ്ങൾ ധാരാളം ആളുകൾ കൗമിൽ ഉണ്ടാകും. പക്ഷേ അത് ചപ്പ് ചവറുകളെ പോലെയായിരിക്കും കൗമ് എന്നാണ്. അതായത് വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ചപ്പ് ചവറുകളെ പോലെയാകും. മാത്രവുമല്ല, നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള പേടി അള്ളാഹു എടുത്തൊഴിവാക്കുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിലാകട്ടെ അള്ളാഹു വഹിനിട്ട് തരികയും ചെയ്യും. അപ്പോൾ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, വമൽ വഹൻ, എന്താണ് ഈ വഹൻ എന്ന് പറഞ്ഞാൽ? അവിടുന്ന് പറഞ്ഞു, ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത് എന്നാണ്. ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആർത്തി, മരണത്തോടുള്ള വെറുപ്പ്, ഇത് രണ്ടും ഈ സമുദായത്തിൽ ഗ്രസിച്ചു കഴിഞ്ഞാൽ അവർ ചപ്പു ചവറുകളാകും. അവരെ ഈ മറ്റു ആളുകൾക്ക്, അവരുടെ ശത്രുക്കൾക്ക് ഒരു പേടിയും ഉണ്ടാവില്ല. അവരടിച്ചമർത്താൻ കഴിയുമെന്നൊരു ധൈര്യം അവർക്ക് കിട്ടും. ഈ കൗമിന്റെ ഉള്ളിലാകട്ടെ ഈ ഹുബ്ബുദ്ദുനിയയും വകറാഹിയത്തുൽ മൗത്തും ഉണ്ടാകുമെന്നാണ്. ഈ ദുനിയാവിനോടുള്ള ഇഷ്ടം, പ്രേമം, ആർഭാടം അല്ലേ? തിരുവനന്തപുരത്ത് സ്വന്തം കുടുംബാംഗങ്ങളെ തലക്കടിച്ച് കൊന്ന വ്യക്തി എന്തുകൊണ്ടത് ചെയ്തു എന്ന് സാമൂഹ്യ നിരീക്ഷകന്മാരുടെ മുമ്പിലൊക്കെ ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. എന്താണ് കാരണം എന്ന് മനസ്സിലാണില്ല. പക്ഷെ പറഞ്ഞു കേൾക്കുന്ന ഏകദേശം ഒരു കാരണം, ആർഭാട ജീവിതത്തിന് പണമുണ്ടാക്കി കടം വന്ന് ആ കടം വീട്ടാൻ വേണ്ടി വല്യമ്മയോട് പോയി മാല ചോദിച്ചപ്പോൾ കൊടുക്കാതെ വന്നപ്പോൾ പക വന്ന് അവരെ കൊന്നു എന്നാണ്. മറ്റൊന്ന് കേൾക്കുന്നത് എന്താ, നമ്മൾ വാർത്തകളിൽ ആ കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയായിരുന്നു എന്നാണ്. അള്ളാഹു ആലം നമുക്കറിയില്ല, പക്ഷെ കേൾക്കുന്നത് അങ്ങനെയൊക്കെയാണ്. ഈ ദുനിയാവിലേക്ക് മനസ്സിന് വന്നു കഴിഞ്ഞാൽ, ആർത്തി വന്നു കഴിഞ്ഞാൽ, പിന്നെ അവിടെ ഉമ്മയെന്നോ ഉപ്പയെന്നോ ഒന്നും അവിടെ നോക്കുന്നില്ല എന്നതാണ്. അപ്പോൾ കൗമ് മുന്നോട്ട് പോകുമ്പോൾ, സമൂഹം മുന്നോട്ട് പോകുമ്പോൾ, ലോകാവസാനത്തോട് അടുക്കുമ്പോൾ ഈ മുസ്ലിം എന്ന് പറയുന്നതൊക്കെ പേരുകളിൽ മാത്രം ഒതുങ്ങുകയും കാതൽ കുറയുകയും പൂതൽ കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ന്യായങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് സമൂഹം അങ്ങനെയൊക്കെ ആവുന്ന റസൂലുള്ളാഹി പറഞ്ഞല്ലേ, അപ്പം അതങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്ന് വെക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരിൽ ശക്തമായി നിലകൊള്ളണം എന്ന് തന്നെയാണ്. ഈ സമൂഹത്തെ നിങ്ങൾ മുസ്ലിമാവുക, നിങ്ങൾ വെറും പേരുകാരനായാൽ പോരാ, നിങ്ങൾ മുസ്ലിം ഐഡന്റിറ്റി ഉള്ളവനാകണം എന്ന വസ്തുത ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണമെന്നതാണ് നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഈ സന്ദർഭം വെച്ച് മുസ്ലിമായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയാൻ ശ്രമിക്കുന്ന ചില ആളുകളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പം ചെയ്യണത് മുസ്ലിം പേരുള്ളവരല്ലേ, അപ്പം ഇനി മുസ്ലിമായിട്ടും കാര്യമില്ല, ഇസ്ലാമായിട്ടും കാര്യമില്ല എന്ന് ഈ കെയർ ഓഫിൽ ഇസ്ലാമായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു പോകാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇസ്ലാമും കണക്കാണ്, അത് ഇസ്ലാമും കണക്കാന്ന് മനസ്സിലിങ്ങനെ കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്ന് പുറത്തേക്ക് പറയാൻ കിട്ടിയൊരു ചാൻസാണ് ഇതൊക്കെ. അപ്പം ആ ചാൻസ് ഉപയോഗിച്ചിട്ട് എന്തുക, ഇസ്ലാമായിട്ടും കണക്കാണ്, അതും കുറ്റകൃത്യങ്ങളെ തടയാനൊന്നും അതിനും കഴിയില്ല എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ആരെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു പുട്ടച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആൻ അല്ലാതെ എന്ത് പരിഹാരമാണ് ഇവിടെ ബദൽ വെക്കാനുള്ളത്? അത് പറയണം. മാനവതയുടെ
തിരിഞ്ഞു നടക്കലിന്, അവരെ ശരിയിലേക്ക് കൊണ്ടുവരുന്നതിന്, അവർക്ക് സ്വസ്ഥത കൊടുക്കുന്നതിന്, അവർക്ക് സമാധാനമുണ്ടാക്കി കൊടുക്കുന്നതിന് വിശുദ്ധ ഖുർആനല്ലാതെ എന്തൊരു സന്ദേശമാണ് ഇവർക്ക് നൽകാനുള്ളത്? ഒന്നും നൽകാനില്ല എന്ന് മാത്രമല്ല, ഈ ആളുകളൊക്കെ കൊണ്ടുവരുന്ന ഈ എയ്ത്തിസ്റ്റുകളൊക്കെയാണ് ഇത് കാര്യമായിട്ട് പറയാറുള്ളത്, നവനാസ്തികരൊക്കെയാണ് ഇത് പറയാറുള്ളത്. അവരിതിനൊക്കെ പകരം കൊണ്ടുവരുന്നത് ഒന്ന് ശാസ്ത്രമാണ്, പുരോഗമനമാണ്, അല്ലേ? ഈ കാലം എന്നൊക്കെയാണ് പറഞ്ഞിട്ട് കുറേ ആശയം ഇങ്ങനെ കൊണ്ടുവരാറാണ് പതിവ്. എന്നാൽ അവർ കൊണ്ടുവന്ന ആശയങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ? അതൊക്കെ പുറകോട്ട് പോയില്ലേ? അതൊക്കെ അങ്ങനെ എടുത്തെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, നിങ്ങൾ സൂചനകൾ കൊണ്ട് കാര്യം മനസ്സിലാകുന്ന ആളുകളാണ്. ഇപ്പം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് എന്തേ പറഞ്ഞിരുന്നത്? ഫാമിലി പ്ലാനിങ് കൊണ്ടുപിടിച്ച് നടത്തിയൊരു സംസ്ഥാനമാണ് നമ്മളെ കേരളം, നമ്മുടെ ഇന്ത്യ രാജ്യം, അല്ലേ? ഇപ്പം എന്താ അവസ്ഥ? ഫാമിലി പ്ലാനിങ് ശക്തമായി നടപ്പാക്കിയ രാജ്യമാണ് ചൈന. എന്താ ചൈനയിലെ അവസ്ഥ? മറ്റു രാജ്യങ്ങളിലെ അവസ്ഥ എന്താ? അവരൊക്കെ ഇപ്പം തിരിച്ചു നടക്കുകയാണ്, കരയാണ്, പത്രസമ്മേളനത്തിൽ കരയാണ്, സ്വന്തം സമൂഹത്തോട് പറയാണ്, പൗരന്മാരോട് പറയാണ്, ഇനി ഒരു വീട്ടിൽ ചുരുങ്ങിയത് 4 അല്ലെങ്കിൽ 5 കുട്ടികൾ വേണം. കാരണം എന്താ? കുട്ടികൾ കുറഞ്ഞപ്പോഴാണ് മുതിർന്ന ആളുകളെ നോക്കാൻ എന്തില്ല, വീടുകളിൽ കുട്ടികളില്ല. ചില ഗ്രാമങ്ങളൊക്കെ തന്നെ എടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കളിപ്പാട്ടം വിൽക്കുന്ന കടകൾ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്, തുറക്കാൻ കഴിയുന്നില്ല. കാരണം കുട്ടികളുണ്ടെങ്കിലല്ലേ മാർഗമുള്ളൂ. അപ്പോൾ തിരിച്ചു പിടിക്കണം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മണ്ഡല പുനർനിർണയം നടക്കാൻ പോവുകയാണ്. ആ മണ്ഡല പുനർനിർണയത്തിൻ്റെ തോത് നിശ്ചയിക്കുന്നത് ജനസംഖ്യ നോക്കിയിട്ടാണ്. ഇത്ര ലക്ഷം ആൾക്ക് ഒരു ലോക്സഭാ മെമ്പർ എന്നുള്ള നിലക്കാണ്. അപ്പോൾ അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത്, UP ഒരിക്കലും സീറ്റ് കുറയില്ല, കൂടിയിരിക്കും. എന്നാൽ കേരളത്തിൽ കുറയും, ആന്ധ്രാപ്രദേശിൽ കുറയും, തമിഴ്നാട്ടിൽ കുറയും. അത് മനസ്സിലായപ്പോഴാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ വന്ന് പറഞ്ഞത്, ഒരു വീട്ടിൽ 16 കുട്ടികളെങ്കിലും വേണം, എന്നെങ്കിലേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. കേരളത്തിലെ അവസ്ഥ എന്താ? ഈ കഴിഞ്ഞ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ കുറവ് എത്ര? 1,00,000-ലധികം കുട്ടികളുടെ കുറവ് കഴിഞ്ഞ പ്രാവശ്യം വന്നു. നമ്മുടെ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പ്രാവശ്യം പറഞ്ഞാൽ എന്താ? കേരളത്തിൽ ഡെമോഗ്രഫി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതാണ്. ഒന്ന്, ജനനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, മറ്റൊന്നുള്ള ആളുകളൊക്കെ നാട് വിടുകയും ചെയ്യാണ്. കേരളം വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇതേ 1400 വർഷം മുമ്പ് ഖുർആൻ പറഞ്ഞു. അന്ന് പറഞ്ഞപ്പോൾ അത് 6-ാം നൂറ്റാണ്ടിൽ ബസ് കിട്ടാത്ത ആൾക്കാർ ആശയാന്നാണ് പറഞ്ഞത്, അല്ലേ? വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് ഒരിക്കലും നിങ്ങളെ സന്താനങ്ങളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. കാരണം അവർക്കും നിങ്ങൾക്കും അന്നം നൽകുന്നത് നാമാണ്. ഇത് പറഞ്ഞപ്പോൾ അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുട്ടികളെ പ്രസവിക്കുന്ന സ്ത്രീയാണ്. അപ്പം അതൊക്കെ പറഞ്ഞപ്പോൾ ഇസ്ലാമിന് എത്ര കണക്കിന് കളിയാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പം ആ കളിയാക്കിയ ആളുകളുടെ നാവുകളിലൂടെ തന്നെയാണ് എന്ത് പറയുന്നത്, എങ്ങനെയെങ്കിലും കുറച്ച് കുട്ടികളുണ്ടാകണം. അതങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന കേസല്ല തോന്നും. ഈ രാജ്യത്ത് ഇനി വരാൻ പോകണുള്ളതിൻ്റെ ബുദ്ധിമുട്ട് അപ്പം മനസ്സിലാവും. അതുകൊണ്ട് ഈ കെയർ ഓഫിൽ കുറ്റകൃത്യം ഇവിടെ പെരുകിൻ്റെ കെയർ ഓഫിൽ അതിൽ കുറച്ച് മുസ്ലിം നാമധാരികളെ പേര് പിടിച്ചതിൻ്റെ പേരിൽ ഇസ്ലാം മോശമാണെന്ന് ആരും പറയാൻ നിൽക്കണ്ട. ഇസ്ലാം പറഞ്ഞോടത്തേക്ക് തന്നെ എന്ത് ചെയ്യേണ്ടി വരും? അവസാനം മടങ്ങേണ്ടി വരും. ജെൻഡർ വിഷയത്തിൽ നമുക്കറിയാം, അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എല്ലാവരും. ആ പ്രോത്സാഹിപ്പിച്ച രാജ്യങ്ങളിൽ പ്രധാന രാജ്യമായിരുന്നു അമേരിക്ക. അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് പറഞ്ഞാൽ എന്താ, ഇനി അമേരിക്കയിൽ ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ 2 വർഗ്ഗം ഉണ്ടാവുള്ളൂ, വേറെ വർഗ്ഗം ഉണ്ടാവില്ല. കാരണം വിഷയം കെട്ട് അവിടെ ഈ പുരോഗമനം നടന്നപ്പോഴാണ് മനസ്സിലായത് എന്ത്, ഈ പോക്ക് പോയ അപകടമാവും. അപ്പോൾ അവിടെ തിരിച്ചു പോരുകയാണ്. പലിശ വ്യവസ്ഥയെ ഇവിടെ പുനഃസ്ഥാപിച്ച് മുന്നോട്ട് പോയി. ഇസ്ലാം പണ്ടേ പറഞ്ഞു, ഈ പലിശ വ്യവസ്ഥ അവസാനം രാജ്യത്തിൻ്റെ അടിത്തറ മാന്തും, കുടുംബത്തിൻ്റെ അടിത്തറ തകർക്കും, വ്യക്തിയെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകും. പലിശ കെണിയാണ്. ആരും കേട്ടില്ല. പിന്നെ ഇപ്പം എന്താ പറഞ്ഞുകൊണ്ടിരിക്കണത്? നമ്മുടെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് ഇതിനെപ്പറ്റി പഠിച്ചിട്ട് അവസാനം പറഞ്ഞാൽ എന്താ, പലിശരഹിത സാമൂഹ്യ വ്യവസ്ഥയിലൂടെ മാത്രമേ ഒരു സുസ്ഥിരമായ ഒരു സാമ്പത്തിക സ്ഥിതി രാജ്യത്തിന് കൈവരിക്കാൻ പറ്റുള്ളൂ. പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ചാണ്. പാസ്സാക്കാൻ അതിങ്ങനെ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് എൻ്റെ പേര് ചില ആൾക്കാർക്ക് പറ്റിയില്ല. ഇസ്ലാമിക് ബാങ്കിങ് ആയിപ്പോയി. എന്നാൽ പിന്നെ വേണ്ട, അവിടെ മാറ്റിച്ച്.
ഒക്കെ അവസാനം അവിടേക്ക് പറഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ താമരശ്ശേരിയിൽ ആ കുട്ടി തലക്കടിയേറ്റുകൊണ്ട് മരണപ്പെട്ട അവസ്ഥ, കൊല്ലപ്പെട്ട അവസ്ഥ ഉണ്ടായല്ലോ. അവനെ അടിച്ച ആളുകളെ പരീക്ഷ എഴുതാനുള്ള അനുവാദം കൊടുത്ത ദിവസം ഒരു ടീച്ചർ വന്നിട്ട് പറഞ്ഞ നിങ്ങൾ കണ്ടോ? റിട്ടയർഡ് ടീച്ചറാണ്. ആ ടീച്ചർ വീട്ടിൽ നിന്ന് ഈ ടി വിയിൽ ഈ വാർത്ത കണ്ടിട്ട് ദേഷ്യപ്പെട്ട് തൻ്റെ സ്കൂട്ടി എടുത്തുകൊണ്ട് ഹെൽമെറ്റും വെച്ചു പിന്നെ സ്കൂളുകൾ വന്നിരിക്കുക. സ്കൂളിൻ്റെ ഗേറ്റിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വേണ്ട വർത്താനം. അത് ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. എന്താ പറയണേ അറിയോ? എൻ്റെ മകൻ്റെ സ്ഥാനത്ത് ഈ കുട്ടിയുടെ സ്ഥാനത്ത് എൻ്റെ മകനാണെങ്കിൽ ഞാൻ സഹിക്കൂല, നിങ്ങൾ സഹിക്കുമോ? ഇങ്ങനെ അടിച്ചു കൊന്നിട്ട് എന്നിട്ട് അത്തരം ആളുകൾക്ക് ഇത് പരീക്ഷ എഴുതാൻ സമ്മതിക്കാൻ പാടുണ്ടോ? എന്ത് നിയമമാണത് എന്ന് ചോദിച്ച് നിർത്തിയില്ല. പിന്നെ പറഞ്ഞാൽ എന്താ അറിയോ? ആ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ള ശിക്ഷകൾ അതൊക്കെ നമ്മളെ നാട്ടിൽ നടപ്പാക്കേണ്ട കാലം കഴിഞ്ഞു. ഇതെന്താ പറയണത്? ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ സാഹചര്യം ഇങ്ങോട്ട് പറയിപ്പിക്കണം. ഇതൊന്നും അങ്ങനെ ആലോചിച്ച് പറയണതല്ല. കാരണം കൺമുമ്പിൽ കാണുന്ന കുറ്റകൃത്യങ്ങളുടെ ആഴവും പരപ്പും കാണുമ്പോ ഇതില്ലാതെയാകണമെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ശുദ്ധ പ്രകൃതിയോടുകൂടി ചിന്തിക്കുന്ന ഏത് മനുഷ്യന്റെ ഉള്ളിന്നും വരും. അതുകൊണ്ട് ആ ഉള്ളിന്ന് വരുന്ന ആദർശത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. കാരണം ഇസ്ലാം ശുദ്ധ പ്രകൃതിയുള്ളതാണ്. അത് അള്ളാന്റെ ദീനാണ്. അതിലേക്ക് മനുഷ്യന്മാർ മടങ്ങിപ്പോവുക തന്നെ ചെയ്യും. ഇപ്പോൾ ലഹരി എത്ര പ്രാവശ്യം നമ്മളെ നിയമസഭ ചർച്ച ചെയ്ത്, രണ്ടാമത് വീണ്ടും ചർച്ച ചെയ്തു അല്ലേ? സഭ നിർത്തിവെച്ചുകൊണ്ട് അടിയന്തര പ്രമേയമായിക്കൊണ്ട് കുറ്റകൃത്യങ്ങളും ലഹരിയും ചർച്ച ചെയ്തു. ആ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിച്ച ഒരു സംസാരമുണ്ട്, നിങ്ങളത് കേൾക്കണം. നമ്മൾ ഇത്രയും കാലം ഈ പ്രഭാഷണങ്ങളിലും ഈ ഉത്ബോധനങ്ങളിലും എന്തെല്ലാം കാരണങ്ങളാണോ ഈ ഒരു സാഹചര്യത്തിന് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതേ കാരണങ്ങളെ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ആർഭാട ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ആർത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഗെയിമിനെ കുറിച്ച് പറയുന്നുണ്ട്, സിനിമയിലെ വയലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അവസാനം പറഞ്ഞു വെച്ചത് എന്താ അറിയോ? ഇത് നമുക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന അവസ്ഥയല്ല എന്നാണ്. ഈ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ കൂട്ടായ പ്രയത്നം ആവശ്യമാണ് എന്നാണ് ഒന്നുകൂടി അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. ഇവിടെയുള്ള മതരംഗത്ത്, ധാർമ്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആത്മീയ പ്രവർത്തകന്മാരെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കണം ഈ യുദ്ധം നമ്മൾ ജയിക്കേണ്ടത് എന്ന് നിയമസഭയുടെ അകത്തകളിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ശരിയാണത്, ആ നിരീക്ഷണം വളരെ ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ്, ഈ മതപരമായ ധാർമ്മികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊക്കെ എന്തോ ഒരു പുരോഗമനമില്ലാത്ത സംഗതിയാണ്, ഇത് നീ നാടിന് പറ്റിയതല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിതൊക്കെ കേൾക്കേണ്ടതുണ്ട്. എത്ര നമ്മൾ എങ്ങനെ മാറി മറിഞ്ഞു വന്നാലും നമ്മുടെ സ്രഷ്ടാവ് പറഞ്ഞ മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരികയല്ലാതെ ഇതിനൊന്നൊരു പരിഹാരവും ഉണ്ടാവുകയില്ല എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച ആ കാര്യമുണ്ടല്ലോ, ആ മീറ്റിംഗ്, എല്ലാവരും കൂടെ കൂട്ടിയിട്ടുള്ള മീറ്റിങ്ങും അതുപോലെ തന്നെ ആക്ഷൻ പ്ലാനും, അതിന് ഒട്ടും താമസിക്കാൻ പാടില്ല. അത് നിയമസഭാ ഫ്ലോറിലെ കേവലമുള്ള ഒരു മറുപടിയിൽ അവസാനിക്കാൻ പാടില്ല. അങ്ങനെ അവസാനിക്കുന്നുവെങ്കിൽ ഓരോ ദിനരാത്രങ്ങളും നമ്മൾ കരളലിയിക്കുന്ന കാഴ്ചകൾ ഇനിയും കേരളത്തിൽ കാണേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ഒരു സന്ദർഭം മുതലെടുത്തുകൊണ്ട് ഇസ്ലാം മോശമാണെന്ന് ആരും പറയാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിൻ്റെ കുഴപ്പമല്ല, അത് അതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കുഴപ്പമാണ്. പിന്നെ ഈ സന്ദർഭം വെച്ചിട്ട് ഇസ്ലാമിക പ്രഭാഷണങ്ങളെയും ഇതുപോലുള്ള ക്ലാസ്സുകളെയും ഖുത്ബനെയും ക്ലാസ്സിനെയും മദ്രസകളെയും സംവിധാനങ്ങളെയൊക്കെ കൊച്ചാക്കി സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടും ചില ആൾക്കാർ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ മദ്രസ പഠിച്ചിട്ട് കാര്യം? എന്താ ഇപ്പോൾ കുറേ വയൽ ഇട്ടിട്ട് കാര്യം? എന്താ നിങ്ങൾ കുറേ പ്രഭാഷണം നടത്തിയിട്ട് കാര്യം? നിങ്ങളെ സമുദായത്തിൽപ്പെട്ടവരല്ലേ ഇപ്പോൾ ഈ ചെയ്യണമൊക്കെ എന്ന് പറഞ്ഞ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രഭാഷണങ്ങളോടും വയലിനോടും പരിപാടിനോടൊക്കെ വിമുഖത ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഈ ഞായറാഴ്ച ഇങ്ങനത്തെ വലിയ പരിപാടിക്ക് വരാൻ അവസരം ഉണ്ടായിട്ടും വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കെന്നാൽ ഇതിന് ആളുകൾ പോകുന്നതും വരുന്നതും ഒക്കെ കാണുമ്പോൾ ഒരു മനസ്സാക്ഷി കുത്തുണ്ടാവും. അപ്പോൾ എപ്പോഴെങ്കിലും ഇതിനൊന്ന് വിമർശിക്കാൻ ഒരു വകുപ്പ് കിട്ടിയാൽ എന്ത് ചെയ്യുക? വിമർശിക്കണമല്ലോ. അപ്പോൾ അതിന് കിട്ടിയൊരു സാഹചര്യമായിട്ട് ഇത്തരം ഈ കുറ്റകൃത്യങ്ങളിൽ മുസ്ലിം പേരുകൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല, വയൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്തിനാ ക്ലാസ്, എന്തിനാ ഉത്ബോധനം എന്നൊക്കെ ഈ സമയത്ത് ആ ഒരാശയം വിറ്റഴിക്കാൻ വേണ്ടി ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ അറിയുമോ? ഇവിടെ ഉത്ബോധനം ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കണവരോട് പറയാനുള്ളത്,
ഉത്ബോധനവും പ്രവർത്തനവും ഒക്കെ ഇത്രമേലുണ്ടായിട്ട് ഇതാണ് അവസ്ഥ എങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ആഴ്ചക്ക് തോറും ക്ലാസ്സും അതുപോലെ ഹുത്തുബയും എല്ലാ പരിപാടിയും നടന്നിട്ട് ഇതാണ് അവസ്ഥ എങ്കിൽ ഇതൊക്കെ നിർത്തിവെച്ച എന്തായിരിക്കും അവസ്ഥ? അത് യൂറോപ്പിലും അവിടെയും ഇവിടെയൊക്കെ കാണുന്ന അവസ്ഥയായിരിക്കും. അപ്പം അതുകൊണ്ട് ഇത് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? പരിഹരിക്കണം. അതിൻ്റെ വേ ഓഫ് മെത്തേഡിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ശാസ്ത്രീയമാക്കണം, വിപുലമാക്കണം. അല്ലാതെ ഈ പേരും പറഞ്ഞ് ഇതുള്ളതും കൂടി ഇല്ലാതെയൊക്കെയല്ല വേണ്ടത്. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ എല്ലാവരും ഒരാത്മവിചിന്തനത്തിന് തയ്യാറാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോരുത്തരും സ്വന്തം റോൾ എടുക്കാൻ തയ്യാറാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ഒന്ന് ബോധവൽക്കരണവും നിയമ നടപടികളും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നത് തന്നെയാണ്. അഥവാ അവയർനെസ്സും എൻഫോഴ്സ്മെൻറ്റും ഒന്നിച്ചു പോകുമ്പോൾ മാത്രമേ ഇപ്പം നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചു പിടിക്കുവാൻ കഴിയുകയുള്ളൂ. ബോധവൽക്കരണത്തെ മതപണ്ഡിതന്മാർക്ക് നിർവഹിക്കാൻ കഴിയും. നമുക്കിതുപോലുള്ള മതപ്രഭാഷണങ്ങളിലും ഖുതുബകളിലും ക്ലാസ്സുകളിലും ക്യാമ്പയിനുകളിലും സമ്മേളനങ്ങളിലൂടെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക? ബോധവൽക്കരണം നമുക്ക് നടത്താൻ കഴിയുള്ളൂ. പക്ഷേ ഇതിന് കർശനമായ നടപടിയെടുക്കാൻ നമുക്ക് അധികാരമില്ല. എൻഫോഴ്സ്മെന്റിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അത് ഇവിടെയുള്ള സർക്കാരുകൾക്കാണ്. അത് അധികാരം കയ്യിലുള്ളവർക്കാണ്. ഞാൻ പറയുക, ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾക്കുള്ള പരിഹാരം ബോധവൽക്കരണത്തോടൊപ്പം നിയമ നടപടികളോടൊപ്പം ബോധവൽക്കരണങ്ങളും ഒരുപോലെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തെ നമുക്ക് പിടിച്ചു കെട്ടുവാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സിസ്റ്റം നമ്മുടെ കയ്യിലില്ല, അത് കയ്യിലുള്ളവർ അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം. മതപണ്ഡിതന്മാർ ഉത്തരവാദിത്വം നിർവഹിക്കണം. ഇത് രണ്ടും ഒരുമിച്ച് നിർവഹിക്കണം. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മളെ സിസ്റ്റം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഇത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിയമങ്ങൾ കൊണ്ടുവരുന്നവരും അത് നടപ്പാക്കുന്നിടത്തും അതിൽ പാലിക്കേണ്ട സിസ്റ്റം ചെയ്യുന്നത് എന്താ? പലപ്പോഴും ലഹരിക്കെടുതിയെപ്പറ്റി ചർച്ച ചെയ്യും. എന്നാൽ അതേ നിയമസഭയുടെ ഫ്ലോറിൽ തന്നെ മദ്യ ഫാക്ടറികൾക്ക് അനുവാദം കൊടുക്കുകയും ചെയ്യും. ലഹരിയുടെ ദുർന്യായങ്ങൾ നിരവധി നിരത്തും. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? കഞ്ചാവ് നിയന്ത്രിക്കാൻ മദ്യം അനുവദിക്കണം എന്നാണ്. മദ്യം അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ ആൾക്കാരൊക്കെ കഞ്ചാവ് വലിക്കാൻ പോകും. അപ്പൊ കഞ്ചാവ് നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം? മദ്യം അനുവദിച്ചു കൊടുക്കണം. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? MDMA നിയന്ത്രിക്കാൻ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന് പറയും. അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? MDMA കുട്ടികൾ പോകുന്ന. ഇനി അതും കൂടി അനുവദിച്ചു കൊടുത്താലോ? മറ്റു രാസലഹരികൾ നിയന്ത്രിക്കണമെങ്കിൽ MDMA അനുവദിച്ചു കൊടുക്കണം എന്ന് പറയും. അത് അനുവദിച്ചു കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 16 ഡോസുള്ള സാധനങ്ങൾ ഒന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എന്താ അനുവദിച്ചു കൊടുക്കണം? ഈ MDMA അനുവദിച്ചു കൊടുക്കണം എന്ന് പറയും. പോലീസ് പിടിച്ചാലോ? അതെത്രയോ 100 ഗ്രാമോ? ആ ഗ്രാമിന് കണക്കുണ്ട്. അതിൻ്റെ ആ ഗ്രാം തികഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ? കുറ്റമുള്ളൂ. അതിൽ കുറവാണെങ്കിലോ പ്രശ്നമല്ല. അപ്പോൾ പോലീസുകാർ ഈ കേസ് വേഗം ഒഴിവാക്കാൻ വേണ്ടി എന്താ വെച്ചാൽ അത് കുറച്ചാക്കി കണ്ട് കൂട്ടും. എന്നാൽ കേസ് വിടാലോ. ഇതാ കോലം. പിന്നെ എങ്ങനെ ഈ പ്രശ്നം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക? പൊതുസമ്മേളനത്തിൽ വരുമ്പോൾ ആരും കുടിക്കാൻ പാടില്ല, വീട്ടിലിരുന്ന് കുടിക്കാം. എന്താ ചില പാർട്ടിക്കാർ പറയണത്. ഇനി വീട്ടിൽ തന്നെ പാർട്ടിക്കാർക്കേ കുടിക്കാൻ പാടുള്ളൂ, അതിൻ്റെ അനുഭാവികൾക്കും കുടുംബക്കാർക്കും കുടിക്കാം, അല്ലേ? ഇതിങ്ങനെ ആശയക്കുഴപ്പം പറഞ്ഞു. എവിടെയാണ് ഇത് കൊണ്ടുപോയി സെറ്റ് ചെയ്യേണ്ടത്? മദ്യം വേണ്ടെന്നാണോ പറയണത്? വേണമെന്നാണോ പറയണത്? ലഹരി വേണ്ടെന്നാണോ വേണമെന്നാണോ പറയണത്? എന്താ നിലപാട്? ഇതിലൊന്നൊരു വ്യക്തത വേണ്ടേ? ഒരു കടലിലേക്കൊരു തോണി ഇറക്കിയിട്ട്, ഒരു വഞ്ചി ഇറക്കിയിട്ട് ആ വഞ്ചി അങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് തുഴയുന്നത്? തെക്കോട്ടാണോ വടക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ? എവിടേക്കാണ് തുഴയുന്നത്? അത് തീരുമാനമാകാതെ തുഴഞ്ഞാൽ ഒരു കാലത്തും ആ കടലിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആദ്യം എങ്ങോട്ട് പോകണം? മദ്യം വർജിക്കുകയാണോ വേണ്ടത്? മദ്യം നിരോധിക്കുകയാണോ വേണ്ടത്? അതോ കുറച്ചാവാമെന്ന് പറയുകയാണോ വേണ്ടത്? ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്ത്? മാ അസ്കറു കസീറുഹു ഫഖലീലുഹു ഹറാം. കൂടുതൽ ഉപയോഗിച്ചാൽ മത്തുണ്ടാകുന്നത് എന്തൊക്കെയുണ്ടോ അത് കുറച്ചുപയോഗിച്ചാലും പ്രശ്നമാണ്. ഒരു കാരണവശാലും ഇത് തൊടാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിലപാട്. ആ നിലപാടിക്ക് വരികയല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഇതിനൊക്കെ ഒരു ആശയക്കുഴപ്പമാണ് ഈ രംഗത്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
സകല സീമകളും കാറ്റിൽ പറത്തിയുള്ള DJ പാർട്ടികളും സെൻഡ് ഓഫും അപലപിക്കും. എപ്പോൾ? കുട്ടികൾ മരിക്കുക ചെയ്യുമ്പോൾ, അല്ലേ? അവിടെ എല്ലാവരും പോയി സന്ദർശിക്കും, കുഴപ്പമായി പ്രയാസമായി എന്നൊക്കെ പറയും. എന്നാൽ അതിലേക്ക് കുട്ടികളെ നയിക്കുന്ന ലിബറൽ ആശയങ്ങളെ മുഴുവൻ നമ്മുടെ മന്ത്രിമാരും ആളുകളും ഫേസ്ബുക്കിലും അല്ലാതെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പിന്നെ എങ്ങനെ ഈ വിഷയം അവസാനിപ്പിക്കുക? പ്രണയ കൊലപാതകത്തിൽ ഞെട്ടും, എന്നാൽ അതേ പ്രണയത്തിന് തന്നെ എല്ലാവിധ പ്രോത്സാഹനവും കൊടുക്കും. അങ്ങനത്തെ കല്യാണം തന്നെ ആവേശപൂർവ്വം നടത്തി കൊടുക്കും. അതിനെല്ലാ നിയമപരിരക്ഷയും കൊടുക്കും, അല്ലേ? വിവാഹേതര ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന കുട്ടികളുടെ അവസ്ഥയെപ്പറ്റി പലരും പരിതപിക്കും. അതോടൊപ്പം എന്ത് ചെയ്യും? വിവാഹത്തെ പ്രശ്നമായിട്ട് പറയും ചെയ്യും. വിവാഹം കഴിച്ചാൽ കുറ്റം പ്രായാകാതെ, എന്നാൽ പ്രായാകാതെ ലിവിങ് ടുഗദറായി ജീവിച്ചാലോ കുഴപ്പമില്ല, പിന്നെന്താ പ്രശ്നം? ഇതാവസ്ഥ. അതേപോലെ തന്നെ നമുക്കറിയാം, രാത്രിയുള്ള അഴിഞ്ഞാട്ടവും ലഹരി റാക്കറ്റും വലിയ പ്രശ്നമായി ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നൈറ്റ് ലൈഫിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. എല്ലാ നഗരങ്ങളിലും നൈറ്റ് ലൈഫ് വരണമെന്നാണ്. അവിടെ ഓരോ നഗരസഭകളും അതിന് ഫണ്ടുകൾ വകയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അത് ഉണ്ടാക്കാനുള്ള ഫണ്ട് കൊടുക്കുക, മറുഭാഗത്ത് അതിൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക. കാട്ടുജന്തുക്കളുടെ ആക്രമണത്തിൽ നിരന്തരമായി നമ്മൾ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ആന ചവിട്ടി കൊല്ലുന്നു, ചെന്നായ കടിച്ചു കൊല്ലുന്നു, പട്ടി കടിച്ചു കൊല്ലുന്നു, പച്ച മനുഷ്യന്മാർ നികൃഷ്ടമായ രീതിയിൽ, അല്ലേ? ഇത് കാണുമ്പോൾ എല്ലാവരും ഞെട്ടൽ രേഖപ്പെടുത്തും, കണ്ണീരൊഴുക്കും, വല്ലാതെ പ്രയാസമാകും. എന്നാൽ ഇതിന് കാരണമാകുന്ന വനനിയമത്തിൽ തൊടാൻ ആർക്കാ കഴിയുക? ധൈര്യം ഉണ്ടായിരിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം പത്രക്കാരോട് പറയണത്, ആന ചവിട്ടിക്കൊന്ന് പ്രശ്നങ്ങളുണ്ടായ സമയത്ത് എന്താ ചെയ്യുക? അതുപോലെ പുലി ഇറങ്ങിയ സമയത്ത് ഈ പുലിനെ പിടിക്കുന്ന വിഷയത്തിൽ ഇപ്പോൾ നിലവിലുള്ള നിയമം എന്ന് പറഞ്ഞാൽ, അത് പുലി ഇറങ്ങി എന്നുള്ള വിവരം കിട്ടിയാൽ 6 അംഗ സമിതി ഉണ്ടാക്കണം. എന്നിട്ട് 6 അംഗ സമിതി യോഗം ചേരണം. എന്നിട്ട് അതിന് മിനുട്സ് ഉണ്ടാക്കണം. എന്നിട്ട് ആ മിനുട്സ് അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നിർദ്ദേശം കൊടുക്കണം. എന്നിട്ട് നടപ്പാക്കണം. എന്നിട്ട് മുഖ്യമന്ത്രിനെ പറയണത്, അദ്ദേഹത്തിന് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചിരിയണ വന്നു. അപ്പോൾ ഇങ്ങനെ പുലി പോയിട്ടുണ്ടാവില്ലേ? അപ്പോൾ പത്രക്കാരും ചിരിച്ചു. ഞാനത് കേട്ടപ്പോൾ, ഞാൻ ലൈവായിട്ട് കേട്ടത്, ഞാൻ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ച് പോയത് എന്താ അറിയോ? നമ്മുടെ രാജ്യത്ത് നിലവിൽ പാസ്സാക്കപ്പെട്ട ഒരു നിയമത്തെയാണ് വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരു ഭരണാധികാരി സംസാരിച്ച് പൂർത്തിയാകുമ്പോഴേക്ക് അറിയാതെ ചിരി വരുന്നത്. അപ്പം നമ്മൾ ആ വിഷയത്തിലുള്ള നിയമത്തിൻ്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും കൈവെക്കാൻ കഴിയാത്തത്. ഇപ്പോൾ ഈ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം, ഒരു ബോധവൽക്കരണ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഇതിനുള്ളിൽ കൂടി നടക്കുന്നുണ്ട്, ആരും അറിയണില്ലത്. ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇതിന് പ്രത്യേക യൂണിഫോം ഒക്കെ ഇട്ട ആൾക്കാർ എൻ്റെ ക്ലാസ് എടുക്കാൻ വരലുണ്ട്. അവർ പറയുന്നതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ എല്ലാവരും പറയുന്നില്ല. വന്യജീവികളെ സംരക്ഷിക്കണം, കാരണം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നമുക്കറിയാം, ഒരു ഉറുമ്പിനെ പോലും നോയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യനെ ഉപദ്രവിക്കണ സാധനമാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ മനുഷ്യനാ പ്രാധാന്യം. മനസ്സിലായോ? അവിടെ മനുഷ്യനാ പ്രാധാന്യം. മനുഷ്യനെ ഉപദ്രവിക്കണമെങ്കിൽ അതിനെ ഒഴിവാക്കാം, അതിനെ കൊല്ലാം. ഇതാണ്. പക്ഷെ ഇവർ പറയണത് എന്താ അറിയോ? ഞാൻ അവരോട് ഇങ്ങനെ എന്തൊക്കെ ഞങ്ങളെ ക്ലാസ് പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോൾ കുറേ വിഷയങ്ങളൊക്കെ അവർ പറഞ്ഞു. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു, ഒരു മൂർക്കം പാമ്പ് നമ്മളെ കൊത്താൻ വരണമെങ്കിൽ അതിനെ കൊല്ലാൻ പാടുന്നു ചോദിച്ചു. തൊടാൻ പാടില്ല. അപ്പോൾ കടുവനെ ഒന്നിനും കൊല്ലാൻ പാടില്ല, ഒരു സാധനത്തിനും കൊല്ലാൻ പാടില്ല. അപ്പോൾ ഈ ആശയം എന്ത് ചെയ്യുക? ഒരു ഭാഗത്ത് പുതിയ തലമുറനെ പഠിപ്പിക്കുന്നുണ്ട്, മറുഭാഗത്ത് ആനയും നരിയും പോത്തൊക്കെ ഇറങ്ങിയിട്ട് മനുഷ്യന്മാരെ ചവിട്ടി കൊല്ലുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ പടയുക. എവിടെയൊക്കെ എന്താ നമ്മുടെ നിയമം? എവിടേക്കാണ് നമ്മളിത് തുഴയണത്? ഒരു തീരുമാനം വേണ്ട ഇതിനൊക്കെ. അപ്പോൾ ഞാൻ പറയണത് എന്താ അറിയോ? ലഹരിയാണെങ്കിലും കാട്ടുപന്തികളാണെങ്കിലും മറ്റ് പലിശയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഏത് വിഷയം എടുത്താലും ഇതിനൊക്കെ പരിഹാരം വേണമെങ്കിൽ 2 കാര്യം ഒന്നിച്ചു പോകണം. ഒന്ന് ബോധവൽക്കരണം, അതാണ് അത് നമ്മൾ കണ്ടെത്താം. പക്ഷേ ഇതിൻ്റെ നിയമപരമായ കാര്യം അതിൻ്റെ ഭരണകൂടങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവണം. അത് ഭരണകൂടങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ഇതിലെ നിയമങ്ങളെപ്പറ്റി കൺഫ്യൂഷൻ ഒഴിവാക്കണം. ആ കൺഫ്യൂഷൻ അവസാനിപ്പിക്കണം. അത് ആരെങ്കിലും യോഗം കൂടി അവരുടെ ബുദ്ധിയിൽ നിന്ന് ഓർമ്മ വരുന്നതനുസരിച്ചല്ല ആ കാര്യം ചെയ്യേണ്ടത്. ഇവിടെ മനുഷ്യനാണ് തകരാറ് വന്നിരിക്കുന്നത്. മനുഷ്യന് തകരാറ് വന്നാൽ അവനെ നന്നാക്കാൻ മനുഷ്യന്റെ സൃഷ്ടാവയച്ചിരിക്കുന്ന ആ ദൂതന്മാരിൽ മുഖേന വന്നിരിക്കുന്ന നിയമനിർദ്ദേശങ്ങളുണ്ട്, ശാസനങ്ങളുണ്ട്. അതാണ് വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ആ വേദഗ്രന്ഥങ്ങളിലേക്ക്, അതിൻ്റെ അവസാന പതിപ്പായ വിശുദ്ധ ഖുർആനിലേക്ക് മനുഷ്യൻ മാനവരാശി മടങ്ങുകയല്ലാതെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയില്ല എന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിനെ വിമർശിക്കുന്നവർക്ക് പോലും അംഗീകരിക്കേണ്ടി വരും.
ആ കാലഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്രേ ഉള്ളൂ, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ ഈ കൺഫ്യൂഷൻ എന്ത് ചെയ്യണം? ഭരണകൂടം തീർക്കണം. പിന്നെ നമുക്കിവിടെ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, വിശ്വാസികൾ നിലയ്ക്കാണ് ഈ രംഗത്തെ നമുക്ക് ചെയ്യാനുള്ള കാര്യം, ഞാൻ മുസ്ലിമാണ് എന്ന അഭിമാനത്തോടു കൂടി പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. ഏത് സ്ഥലത്തും. ഇപ്പം ഇങ്ങനത്തെ ക്ലാസ്സിനും പരിപാടിക്കൊക്കെ വരുമ്പോൾ അൽഹംദുലില്ലാ, അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, അല്ലേ, നമ്മളൊക്കെ ഭയങ്കര മുസ്ലിം ആൾക്കാരാണ്, അതിൻ്റെ ഷിയാറുകളൊക്കെ കാണിക്കും, കെട്ടിപ്പിടിക്കും. എന്നാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കൂടി ഈ ഒരു ഐഡൻറ്റിറ്റിയോട് കൂടി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങാടിയിൽ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മളെ പരിചയമില്ലാത്തൊരു നാട്ടിൽ ചെന്നാൽ നമുക്ക് കഴിയുന്നുണ്ടോ? ഞാൻ മുസ്ലിമാണ് എന്ന് ആവേശപൂർവ്വം പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുമ്പോഴാണ് നമ്മൾ മുസ്ലിമീങ്ങളാകുന്നുള്ളൂ. അതാണ് ഖുർആൻ പറഞ്ഞത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നാണ് ഖുർആന്റെ ചോദ്യം. അപ്പോൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയും, നമ്മൾ ഈ ഒരു സന്ദർഭത്തെ ഇല്ലാതെ ആക്കാൻ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പണി തുടങ്ങണം എന്ന് ഞാൻ പറയുന്നത്. നമ്മളിൽ നിന്ന് തുടങ്ങണം പണി, നമ്മളെ ഭാര്യയിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന്. നമ്മളെല്ലാവരും ഈ ഒരു ഐഡൻറ്റിറ്റി അനുസരിച്ച് ജീവിക്കാൻ, ഞാൻ മുസ്ലിമാണ്, എൻ്റെ കുട്ടികൾ മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിം കുടുംബമാണ്, ഈ ഐഡൻറ്റിറ്റി പറയാൻ നമുക്കൊരു ആവേശമുണ്ടാകണം. ഇതാണ് ഒന്ന് നമുക്ക് ചെയ്യാനുള്ളത്. രണ്ടാമത്തത്, ഈമാനിൻ്റെ മാധുര്യം രുചിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യണം. അതിന് ആത്മാവ് ഒരിക്കലും ചോർന്നു പോകരുത്. എന്നാണ് ഇസ്ലാമിന് അതിന് ഈമാനിന് മാധുര്യമുണ്ട്. ആർക്കാണ് ആ മാധുര്യം ഉണ്ടാകുക? റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായിക്കൊണ്ട് തൃപ്തിപ്പെട്ടവൻ, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടവൻ, മുഹമ്മദ് നബിയെ പ്രവാചകനായി തൃപ്തിപ്പെട്ടവൻ. അങ്ങനെ തൃപ്തിയോടുകൂടിയായിരിക്കണം നമ്മൾ ഈ ദീന് കൊണ്ടുനടക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, പൂർണ്ണമായി നമ്മൾ അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്നുള്ളതാണ്. മുസ്ലിം എന്ന പദത്തിന്റെ പൊരുള് അറിഞ്ഞുകൊണ്ട് കീഴ്പ്പെടുക. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബിയോട് അവന്റെ റബ്ബ് പറഞ്ഞു, നീ കീഴ്പ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതുപോലെ നമ്മുടെ ഇച്ഛ പൂർണ്ണമായിട്ടാണ് മാറ്റിവെച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്കും ഇച്ഛക്കും കീഴ്പ്പെടുക, അവനെയാണ് മുസ്ലിം എന്ന് പറയാം. അപ്പോഴാണ് നമ്മൾ മുസ്ലിമീങ്ങളാകുന്നത്. തെറ്റിൽ നിന്ന് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആര് പിന്നാക്കം വരുന്നുവോ അവന് തൃപ്തികരമായ ജീവിതമുണ്ട്, അവന് സ്വർഗമുണ്ട് എന്നാണ്. അതുപോലെ തന്നെ യാ ബനി, സ്വന്തം പൊന്നുമക്കളെ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. പൊന്നുമോനെ, നീ ഒരു സാധനം ആകാശത്തോ ഭൂമിയിലോ പാറക്കെട്ടിലോ എവിടെ കൊണ്ടുവച്ചാലും, ഒരു ധാന്യത്തിൻ്റെ ഒരു കഷ്ണം, ഒരു ധാന്യമല്ല, അതിൻ്റെ ഒരു കഷ്ണം, അതെവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും യഅതി ബിഹല്ലാഹ്, അള്ളാഹു അത് കൊണ്ടുവരും കേട്ടോ. ഈ ബോധം നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യണം? ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ നൽകേണ്ടതുണ്ട്. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതും പരലോകത്ത് കാണും, അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതും പരലോകത്ത് കാണും. അപ്പോൾ ആരെ മുമ്പിലാണ് നമ്മൾ മുസ്ലിം ആകേണ്ടത്? ആരെ മുമ്പിലാണ് നമ്മൾ നന്നാകേണ്ടത്? ആരെ മുമ്പിലാണ് നമ്മൾ കീഴൊതുങ്ങേണ്ടത്? ഭാര്യയുടെ മുമ്പിലാണോ? ഭർത്താവിൻ്റെ മുമ്പിലാണോ? മാതാപിതാക്കളുടെ മുമ്പിലാണോ? സമൂഹത്തിൻ്റെ മുമ്പിലാണോ? ഇവരുടെ ഒന്നും മുമ്പിലല്ല. അള്ളാന്റെ മുമ്പിലാണ് നമ്മൾ നന്നായാൽ ഇവരെ മുമ്പിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് നന്നാവും. ഇപ്പൊ തിന്മ ചെയ്യാതിരിക്കാൻ മാതാപിതാക്കൾ അറിയുമോ എന്നാകരുത് മക്കളുടെ പേടി, മക്കൾ അറിയുമോ എന്നാകരുത് മാതാപിതാക്കളുടെ പ്രേരകം, ഭാര്യ അറിഞ്ഞാൽ എന്താകും എന്നാകരുത് ഭർത്താക്കന്മാരുടെ ഭയം, ഭർത്താവ് ഈ സമയത്ത് കയറി വന്നാൽ എന്താകും എന്നാകരുത് ഭാര്യ പേടിക്കേണ്ടത്, ഞാൻ ഇങ്ങനെ ചെയ്താൽ, ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ അയൽവാസി എന്തു പറയുമെന്നാകരുത്, ഞങ്ങളുടെ മഹല്ല് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്ന ഭയമാകരുത്. മറിച്ച് ഞാനിത് ചെയ്താൽ എൻ്റെ ഭാര്യ അറിഞ്ഞില്ലെങ്കിലും, എൻ്റെ മഹൽ അറിഞ്ഞില്ലെങ്കിലും, എൻ്റെ അയൽവാസി അറിഞ്ഞില്ലെങ്കിലും, എൻ്റെ ഭർത്താവ് അറിഞ്ഞില്ലെങ്കിലും, എൻ്റെ മക്കൾ അറിഞ്ഞില്ലെങ്കിലും, എൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞില്ലെങ്കിലും, ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾ അറിഞ്ഞില്ലെങ്കിലും, ഇവിടെയുള്ള നിരീക്ഷണ ക്യാമറകളിൽ ഒന്നും പെട്ടില്ലെങ്കിലും, ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവ് ആ റബ്ബുൽ ആലമീൻ എല്ലാ സമയവും എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു ഓർമ്മയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുക. ഈ ഒരു ബോധത്തിൽ നിന്നായിരിക്കണം നമ്മൾ തിന്മയിൽ നിന്ന് തിരിച്ചു നടക്കേണ്ടത്.
അതാണ് പൂർണ്ണ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ. ഈ അള്ളാഹിൻ്റെ മുമ്പിലാണ് നമ്മൾ നന്നായ പിന്നെ എല്ലാവരുടെ മുമ്പിലും സ്വാഭാവികമായിട്ട് നന്നാവും. ഇപ്പം പരിപാടി നടക്കണത് എന്താ അറിയോ? ഇപ്പം എല്ലാവരുടെ മുമ്പിലും നന്നാകുക, സ്വന്തം ഒരു ആരും കാണാത്തൊരവസരം കിട്ടിയാൽ എല്ലാ വേണ്ടാത്തതും ചെയ്യുക, എല്ലാ കുരുത്തക്കേടും ചെയ്യുക. അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ചിലതിന് പുറത്തേക്ക് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ സാമ്പത്തിക തട്ടിപ്പിൻ്റെ പേരിൽ പലപ്പോഴും കോടികൾ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത വരലില്ലേ? ആ വാർത്ത പത്രത്തിൽ ഇത്ര കോടി ഉണ്ടാവും, പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ കേസ് പരിശോധിച്ചോ കൊണ്ടു അതിൻ്റെ ഒരു 10% കംപ്ലൈൻറ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ. എന്താ ആൾക്കാർ കോടികൾ നഷ്ടപ്പെട്ടിട്ടും കേസ് കൊടുക്കാത്തത്? എന്താണെന്നറിയോ? കേസാണ് കൊടുത്താൽ അതിൻ്റെ FIR വന്ന് ആരാ കൊടുത്തു എന്ന് മനസ്സിലാവും, ആർക്കെതിരെ എന്ന് മനസ്സിലാവും. അപ്പോൾ പത്രത്തിൽ വ്യത്യാസം വരും, ഇന്ന ആൾക്കാരൊക്കെ കേസ് കൊടുത്തുകൊണ്ട് പറയും. അപ്പം നമ്മൾ മനസ്സിലാകും ഈ തട്ടിപ്പിൻ്റെ പിന്നാലെ ഈ മഹാനുണ്ടായിരുന്നോ. അപ്പോൾ ഏതായാലും എൻ്റെ 2 കോടി പോയി, ഇനി മാനം കൂടി പോകേണ്ട വിചാരിച്ച് മിണ്ടാതിരിക്കുകയാണ്. മനസ്സിലായോ? വിഷയം അതാണ്, ഞാൻ പൊളിച്ച് പറയണം, മനസ്സിലാകാൻ വേണ്ടി പറയണം. അത് തന്നെയാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്ന ആൾക്കാരെ ധൈര്യവും. കാരണം ഞാൻ വലയിലാക്കിയ ആൾക്കാരൊന്നും ഒരു പ്രശ്നം ഉണ്ടായാൽ നാട്ടുകാരോട് പറയില്ല, അതിൻ്റെ ഒരു സുരക്ഷിതത്വമാണ്. മനസ്സിലായോ? അതാ പോയിൻ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും പടച്ചോൻ കാണും. ഞാൻ ഹലാലായ മാർഗ്ഗത്തിൽ ഞാൻ സമ്പത്ത് ഉണ്ടാക്കുള്ളൂ, ചിലവഴിക്കുള്ളൂ. അതുപോലെ ഞാൻ തെറ്റായൊരു കാര്യം ചെയ്യില്ല, അള്ളാഹ് എന്നെ കാണുന്നുണ്ട്. ഈ ബോധം നമ്മളെ വീട്ടിൽ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടായ സുഹൃത്തുക്കളെ, അത് നാട് മാറും. അതാണ് മുസ്ലിം ആവുക എന്ന് പറയുന്നത്. മുസ്ലിം പേര് മാത്രം പോരാ, നമ്മൾ കൃത്യമായി മുസ്ലിമീങ്ങളാകണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തിൻ്റെ രുചി ആസ്വദിക്കും. ഇന്നിപ്പോൾ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിലുണ്ട്, ഇനി നമ്മൾ നിസ്കരിക്കാൻ പോകണം, ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കണം. പക്ഷെ എത്ര ആൾ ബാക്കി ഉണ്ടാവുന്ന ആർക്ക് പറയാൻ പറ്റുക? ചിലപ്പോൾ വൈകുന്നേരം നമ്മളെ മയ്യത്താണെങ്കിലും ഇപ്പം ഞാൻ പോരുമ്പോൾ ഒരു മരണവാർത്ത അറിഞ്ഞിട്ടാണ് എൻ്റെ ചെറുപ്പക്കാരൻ്റെ, ആരാ എന്നുണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഇവിടെയുള്ള ബഹളങ്ങളൊക്കെ അവിടെ അവസാനിക്കും. അതുകൊണ്ട് ആ ഓർമ്മ ഉണ്ടായും കൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം. മരണം തൊട്ടടുത്തുണ്ട്. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ എന്താ? അയ്യുൽ ഇസ്ലാമി അഫ്ളൽ ഖാല മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും ഒരു മുസ്ലിം സമ്പൂർണ്ണമായി സുരക്ഷിതനാണെങ്കിൽ നമ്മൾ മുസ്ലിമാണ്. നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ട് വേറെ ആർക്കും ഉണ്ടാകാൻ പാടില്ല. ആ ഒരു ശ്രദ്ധ നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. അതുകൊണ്ട് ഇവിടെയുള്ള കുടുംബാംഗങ്ങളോട് ഞാൻ പറയുന്നു, ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് മതപഠനം കൊടുക്കണം. അഥവാ മദ്രസ വിദ്യാഭ്യാസം കോംപ്രമൈസ് ചെയ്യരുത്. ഇപ്പം സംഭവിക്കണത് എന്താ അറിയോ? പണ്ടൊക്കെ 2-3 മണിക്കൂർ നമ്മൾ മദ്രസയിൽ പഠിച്ചിരുന്നു, അതുപോലെ 2 മണിക്കൂറായി, പിന്നെ 1 മണിക്കൂറായി. ഇപ്പം എന്തായി എന്ന് വെച്ചാൽ നിത്യേനയുള്ള മദ്രസ പോയിട്ട് ശനി ഞായറായി, അതും പോയിട്ട് ഇപ്പോൾ ഒരു ഞായറാഴ്ച മാത്രമായി, അതും പോയിട്ട് ഇപ്പോൾ ഓൺലൈൻ മാത്രമായി. അതെന്തിനാ അറിയോ? നാട്ടുകാർ ചോദിക്കൂലേ കുട്ടീനെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. എവിടെ? ഓൺലൈനിലാണ്. ഞാൻ പറയണത്, ഒരു മദ്രസ സംവിധാനം ഇല്ലാത്തൊരു നാട്ടിലാണ് നിങ്ങൾ ജീവിക്കണമെന്ന് വിചാരിക്കുക. എന്നാൽ ഒരു ഓൺലൈൻ ക്ലാസ് പിന്നെ കുട്ടീനെ ചേർക്കണതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഒരു വാരപ്പുറത്ത് നല്ല മദ്രസ നടന്നുകൊണ്ടിരിക്കണോടത്ത് നമ്മളെ കുട്ടി വീട്ടിലിരുന്ന് ഓൺലൈനിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിലേ ഉള്ളൂ, എന്താ സ്കൂളത്തത് അങ്ങനെ ഉണ്ടാക്കിയാൽ? അല്ല, ഇത് ഭയങ്കര എഫക്റ്റീവാന്നല്ലേ പറയണത്? തൊട്ടപ്പുറത്തേ നേരെ അധ്യാപകർ വന്നെടുക്കുന്ന ക്ലാസ്സുള്ള മദ്രസ ഉണ്ട്, അതിൽ കുട്ടീനെ പറഞ്ഞേക്കാതെ വീട്ടിൽ നിന്ന് ഓൺലൈനാക്കി കൊടുക്കുക എന്നാണെങ്കിൽ തൊട്ടപ്പുറത്ത് നല്ല ഹൈ സ്റ്റാൻഡേർഡുള്ള സ്കൂളില്ലേ, ആ സ്കൂളിൽ പോകണില്ല ഉഷാറായിട്ട് ഓൺലൈനിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ സ്കൂളുകൊണ്ട് ഓൺലൈനായി കൂടെ? എന്താ അത് സ്കൂൾ ഓൺലൈൻ ആക്കാത്തത്? അതൊക്കെ വെറുതെ മനുഷ്യന്മാരെ കബളിപ്പിക്കാൻ പറ്റുന്ന വർത്തമാനം. ദീന് പഠിപ്പിച്ചു കൊടുക്കുക, ഒതുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ഗുരുമുഖത്ത് നിന്ന് കിട്ടണം. അതൊന്ന് ഓൺലൈനിൽ കൂടി കുട്ടി പകുതി ഉറങ്ങിക്കൊണ്ടിരുന്ന് കണ്ടെന്ന് നടക്കൂല കാര്യം. എന്തിനാ അതൊക്കെ കോംപ്രമൈസ് ചെയ്യണറിയോ? കുട്ടിനെ ഡോക്ടറാക്കാൻ, എഞ്ചിനീയറാക്കാൻ, വലിയ വലിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ. ഓർത്ത് വെച്ചോളിയും, ഈ ദീനീ കാഴ്ചപ്പാട് ശരിക്കും കൊടുക്കാതെ മറ്റീനാണ് പറഞ്ഞയച്ചാൽ അവസാനം 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ നിന്ന് ആ കുട്ടിനെ നമ്മൾ കൊണ്ടുവരാൻ ചെല്ലുമ്പോൾ വല്ല സിംഹത്തിനെയും കയറിട്ട് കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവരേണ്ടി വരും. അവൻ്റെ താടിയും മുടിയും പറപ്പിച്ച്, വാപ്പാനെയും അറിയില്ല അമ്മാനെയും അറിയില്ല, ആ സ്വഭാവത്തിലായിരിക്കും കൊണ്ടുവരിക. അവസാനം മകനും ഉണ്ടാവില്ല, നമ്മളെ കാശും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു കോംപ്രമൈസും മതം പഠിപ്പിക്കുന്നിടത്ത് വരുത്താൻ പാടില്ല. കുട്ടികളെ മദർസ് സാക്രിഫൈസ്, ഈ കുട്ടികൾ നാളെ പരലോകത്തെ നമുക്ക് എതിര് പറയും. പടച്ചൻ്റെ വാപ്പന്നെ ചെറുപ്പത്തിൽ എന്ത് ചെയ്തില്ല? ഖുർആൻ പഠിപ്പിച്ചില്ലല്ലോ. ഈ ഇസ്ലാമിന്റെ അസ്ല് പഠിപ്പിച്ചില്ല. വിശ്വാസം എന്താ, സംസ്കാരം എന്താ, ആചാരം എന്താ പഠിപ്പിച്ചില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയത് എന്നൊരു മകൻ പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്ക് തന്നെയാണ്. കുട്ടികൾക്ക് ഈ സമയത്ത് അതിന് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആ ഇഷ്ടം ഉണ്ടാക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ പെരുകുമ്പോൾ ഇതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, ഒരാഴ്ച കൊണ്ട് സംഭവിക്കുന്നതല്ല, ഒരു മാസം കൊണ്ട് സംഭവിക്കുന്നതല്ല, ഒരു വർഷം കൊണ്ടുണ്ടാകുന്നതുമല്ല. മറിച്ച്
മതപരമായ അജ്ഞതയിൽ നിന്ന്, മതപരമല്ലാത്ത പരിസരങ്ങളിൽ നിന്ന്, കൂട്ടുകെട്ടുകളിൽ നിന്ന് അങ്ങനെയാണ് ഈ ഒരവസ്ഥയിലേക്ക് മനുഷ്യന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി ദീന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ കൂട്ടുകെട്ടിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികളെ കാര്യം അത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. രാത്രി ടെറഫുകളിലേക്ക് ഒന്നായിട്ട് കയറി ഓടുന്നൊരവസ്ഥ പല രക്ഷിതാക്കൾക്കുണ്ട്. അല്ലേ, ടെറഫ് പോവുകയാണ് എപ്പോഴാണ്? 11 മണിക്ക് 12 മണിക്കൊക്കെ. ഞാൻ ടെറഫിനെതിരൊന്നല്ല, അതാരും വിചാരിക്കണ്ട. ഇപ്പം നമ്മളെ നാട്ടിൽ വ്യായാമത്തിനും കളിക്കാനും വേറെ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സൗകര്യം ഉണ്ടാക്കിയത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ രാത്രി ഒരേ പ്രായക്കാർ മാത്രം ഈ ടെറഫുകളിൽ ഒരുമിച്ച് കൂടുന്ന സ്വഭാവം സ്ഥിരമായി കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലാണ് ഈ ലഹരി റാക്കറ്റുകൾ വന്ന് ഈ കുട്ടികൾ വേണ്ടത്തേക്കൊക്കെ പോകുന്നത്. എന്താ ആ സമയത്ത് തന്നെ പോകേണ്ട കാര്യം? അതിന് പകൽ സമയമല്ലേ, വൈകുന്നേരം സമയമല്ലേ? ഈ രാത്രി പുറത്തു പോയി വിലസാനുള്ള അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വളരെ കഷ്ടമായിരിക്കും ആ കുട്ടികളുടെ അവസ്ഥ. അതിന് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആ പ്രായത്തിൽ നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. ആ പരിസരം നമ്മൾ ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താ അതിന് മാർഗം എന്ന് ചോദിച്ചാൽ, നമ്മുടെ മക്കളും നമ്മളെ കുടുംബവും നമ്മളെ യുവാക്കളും സ്ത്രീകളും ഒക്കെ നല്ല ആൾക്കാരോടൊപ്പം നമ്മൾ ജീവിക്കുക. അതേ ഇതിനൊക്കെ പരിഹാരമുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, ആ സത്യവാന്മാരോടൊപ്പം നിങ്ങൾ നിൽക്കണം എന്നാണ്. അതാണ് സുഹൃത്തുക്കളെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഇപ്പം ഈ ബാലവേദി എന്നൊക്കെ പറയുന്ന സംവിധാനമല്ലേ, അതിനാണ് അങ്ങനത്തെ കുറേ കുട്ടികളെ കമ്പനി ഉണ്ടാക്കി അവർക്കൊരു സമ്മാനമൊക്കെ കൊടുത്ത്, നേരത്തെ ഇവിടെ അലിഫ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ യോഗത്തിലൊക്കെ നമ്മളെ കുട്ടികളൊക്കെ വരുമ്പോൾ കുട്ടികൾ അതാണ് കാണുക. കുട്ടികൾ കാണുന്നതും അനുഭവിക്കണോ അതാണ് അത് കൺസ്യൂം ചെയ്യുക. അപ്പോൾ അവർ പിന്നെ യൂട്യൂബ് എടുത്ത് അങ്ങനത്തേതേ കാണുള്ളൂ, അല്ലെങ്കിൽ ഗെയിമിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ കുട്ടികളെ ഈ ഒരു പ്ലാറ്റ്ഫോമൊക്കെ നമ്മൾ എത്തിക്കണം. അവർ മുതിർന്നു കഴിഞ്ഞാലോ, SLC +2 ഡിഗ്രിയൊക്കെ ആയാലോ, ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു മതപരമായ ചട്ടക്കൂടി നമ്മളുണ്ട്. അതാണ് വിസ്ഡം സ്റ്റുഡൻസ് എന്ന് പറയുന്ന സംവിധാനം. ഇപ്പോൾ നേരത്തെ ഇവിടെ നമ്മളെ മുഫീദൊക്കെ പറഞ്ഞില്ലേ, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊരു വലിയ സൗഭാഗ്യം വരാൻ പോവുകയാണ്. ഞാൻ പെരിന്തൽമണ്ണക്കാരോട് പ്രത്യേകം പറയണം, ഒരു വലിയ സൗഭാഗ്യം വരാൻ പോകണം. ഇത് അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ നാളെ മറുപടി പറയേണ്ടി വരും. മെയ് 11-ാം തീയതി ഈ വെളിപ്പാടകലെ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും സംഗമിക്കുന്ന ഒരു മഹാചരിത്ര സമ്മേളനം ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോവുകയാണ്. അവിടെ നമ്മളെ കുട്ടികളില്ലാതിരുന്നാലോ അതിൻ്റെ കുറവായിരിക്കാം, അതിൻ്റെ നഷ്ടമായിരിക്കാം. തിരുവനന്തപുരത്തുനിന്ന് 10,000-കണക്കിന് രൂപ ബസ്സിന് പൈസ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെരിന്തൽമണ്ണക്ക് കുട്ടികൾ ഇപ്പം തന്നെ ബസ്സും ട്രെയിനൊക്കെ ബുക്ക് ചെയ്യുന്നത്. ആ കാശ് നമുക്ക് കൊടുക്കണ്ടല്ലോ, നമ്മളെ കുട്ടീനെ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയേക്കേണ്ട സമയമല്ലേ ഉള്ളൂ. പക്ഷെ അന്നും നമ്മളെ കുട്ടിക്ക് എനിക്ക് തിരക്കാണ്, എനിക്കൊഴിവില്ല, ഞാൻ ഹോസ്റ്റലിലാണ്, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ തിരക്ക് പറയുന്ന കുട്ടികളുണ്ടല്ലോ, ആ തിരക്ക് പറയുന്ന കുട്ടികൾ ഇങ്ങനത്തെ കാര്യം പറയുമ്പോഴേ തിരക്ക് പറയുള്ളൂ. എന്നാൽ അവർക്ക് ടൂറ് പോകാൻ പ്രശ്നം ഉണ്ടാവില്ല, അവർക്ക് സൽക്കാരത്തിന് പോകാൻ പ്രശ്നം ഉണ്ടാവില്ല, അവർക്ക് അവരുടെ ഫ്രണ്ടിൻ്റെ പേരിൽ പോകാൻ പ്രശ്നം ഉണ്ടാവില്ല. അത് എത്ര ദിവസമൊക്കെ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്ലാസ്സിന് പോരണം. അപ്പം ഇന്ന് ഞായറാഴ്ച മോനേജ് പോരുന്നില്ല പറഞ്ഞാൽ പോരാത്ത കുട്ടികളുണ്ടാവും. ഇപ്പോഴും വീട്ടിലിരുന്ന് കടന്നുറങ്ങുന്ന കുട്ടികളുണ്ടാവും, എണീറ്റ് പോരൂല. എന്നതിന് പറഞ്ഞാലോ എനിക്ക് പഠിക്കാണ്ടെന്ന് പറയും. ഞാൻ പറയുന്നത് ഇതൊന്നും ഒരു ഞായറാഴ്ച ഒരു മണിക്കൂറോ ഇങ്ങനത്തെ ഒരു കാര്യത്തിനൊന്നും വന്നുകൊണ്ട് പഠനം തുമ്പില്ലാതെയല്ല ചെയ്യുക, അതിന് ബർക്കത്തുണ്ടാകുക ചെയ്യുക. അപ്പോൾ ഞാൻ പറയണത് എന്താ, ഈ നടക്കാൻ പോകുന്ന സമ്മേളനം ഉണ്ടല്ലോ, അത് കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇൻഷാ അല്ലാഹ് അവിടെ പറയാൻ പോകുന്നത്. അവിടെ നമ്മളെ മക്കളുണ്ടാകണം. ഇപ്പം തന്നെ കുട്ടികളോടൊക്കെ അത് പറയണം. നിങ്ങൾ അയൽപ്രദേശങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെയുള്ള മക്കളോട് ഇത് പറയണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിമായി മാറുള്ളൂ. ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കണമെങ്കിൽ എന്താണ് നമുക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ ആശയങ്ങളെന്ന് അറിയണം. അത് രക്ഷിതാക്കൾ അറിയണം, കുട്ടികൾ അറിയണം. എങ്കിലേ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അത് ഏറ്റവും ശാസ്ത്രീയമായി സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് വിദ്യാർത്ഥി സമ്മേളനത്തിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുങ്ങി നിൽക്കുക, നിങ്ങൾക്ക് വലിയൊരു ഇതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മോറൽ സ്കൂളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളെത്തണം. പിന്നെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണ്, ഇതൊക്കെ നമ്മൾ ചെയ്താലും പടച്ചോനാണ് ഇതൊക്കെ നേർവഴിയിലാക്കി തരുന്നത്. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കണം. റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക് വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും ആ കഅബാലയൊക്കെ നിർമ്മിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ പെട്ടതാണ് റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക്, ഞങ്ങളെ രണ്ടുപേരെയും മുസ്ലിമീങ്ങളാക്കണേ എന്ന്. ഒരു പ്രവാചകന്മാരാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പ്രാർത്ഥിച്ചാലും തികയാത്തതാണ്. വമിൻ ദുരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക്, അവിടെ അവസാനിപ്പിച്ചില്ല.
ഞങ്ങളുടെ ഈ മക്കളിൽ നിന്ന് നല്ല ഒരു മുസ്ലിം ഉമ്മത്തിനെ പടച്ചോനെ നീ ഉണ്ടാക്കണേ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ മക്കൾ ഈ വഴിയിലേക്ക് വരുന്നത്, നമ്മൾ ഈ വഴിയിലേക്ക് വന്നത്. ആ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണത്. എന്റെ കാലശേഷം, ഞങ്ങളുടെ കാലശേഷം ഈ തൗഹീദിന്റെ പതാകവാഹകരായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ആളുകളെ ഉണ്ടാക്കണേ എന്ന പ്രാർത്ഥനയാണ്, മുസ്ലിമീങ്ങളെ ഉണ്ടാക്കണേ എന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ അടുത്ത തലമുറക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരിലും സന്താനങ്ങളിലും ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ, അവരെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി നിർത്തണേ. പിന്നിലല്ല, എന്റെ കുട്ടി മുന്നിലുണ്ടാകണം. ദീനീ കാര്യങ്ങൾ നടക്കുമ്പോ, പള്ളിയിൽ പോകുമ്പോ എന്റെ കുട്ടി ഒന്നാമത്തെ സഫിൽ ഉണ്ടാകണം. ഒരു ഖുർആൻ ക്ലാസ്സിന് വരുമ്പോ എന്റെ മകൻ ഒന്നാമത്തെ സഫിൽ ഉണ്ടാകണം. ഒരു വിജ്ഞാനവേദിക്ക് വരുമ്പോ എന്റെ മകൻ ഒന്നാമത്തെ സഫിൽ ഉണ്ടാകണം. ഇതായിരിക്കണം മാതാപിതാക്കളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അതിന് പകരം മാതാപിതാക്കൾ തന്നെ ഓനെ വിളിക്കണ്ട, ഓനാല് ഉരേഖ കൊടുക്കണ്ട, ഓനെ നിങ്ങൾ സമ്മേളനത്തിന് വിളിക്കണ്ട. കാരണം എന്താ? ഓനെ പഠനാവ പ്രശ്നമാവും. ഇവിടെ ഓനെ ബാക്കിലെ ബെഞ്ച് കൊണ്ടു നിർത്തുക. അള്ളാഹ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താ? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്നാണ്. മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം എൻ്റെ കുട്ടിനെ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ കുട്ടികളെ നമ്മൾ ഈ വഴിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം, നമ്മളും വരണം. ഞാൻ അവസാനിപ്പിക്കണം. നമുക്ക് മുസ്ലിമാവുക എന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. കാരണം മുസ്ലിം പേരുകളിൽ നിന്ന് തെറ്റായ കാര്യങ്ങൾ മാത്രം നമ്മൾ കാണുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ സ്വന്തത്തോട് പറയണം, പടച്ചോൻ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. നമ്മുടെ കുടുംബാംഗങ്ങളെപ്പറ്റി നമ്മൾ പറയണം, എൻ്റെ മക്കളൊക്കെ മുസ്ലിങ്ങളായി മരിപ്പിക്കണം. നമ്മുടെ അയൽവാസികളെപ്പറ്റി നമ്മൾ പറയണം, ഞങ്ങൾ അയൽവാസികളെ മുസ്ലിമീങ്ങളായി മരിപ്പിക്കണം. നമ്മൾ ഈ സമൂഹത്തെ പറ്റി പറയണം, ഈ സമൂഹത്തിൽ എല്ലാവരെയും മുസ്ലിമീങ്ങളായി മരിപ്പിക്കണമെന്ന്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു അവരുടെ രോഗങ്ങളെല്ലാം സമ്പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാൻ തുടങ്ങിയതിന് ശേഷവും കുറേയധികം ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ പണ്ഡിതന്മാരിൽ നിന്നുമൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രായമുള്ള പല ആളുകളും വലിയ ആശങ്കയിലാണ്. ഈ റമദാനിൽ മുഴുവൻ നോമ്പ് നോൽക്കാൻ കഴിയില്ലേ, ആരോഗ്യം സമ്മതിക്കില്ലേ എന്ന വിഷമത്തിലാണ്. അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ നീക്കി അവർക്ക് ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി മുഴുവൻ നോമ്പ് നോൽക്കാനുള്ള തൗഫീക്ക് അവർക്കെല്ലാവർക്കും അല്ലാഹു കരുണ ചെയ്ത് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين يا أرحم الراحمين.